him to win? ആ വ്യക്തി ജയിക്കാൻ Why do you want to give victory to a fellow who's already been defeated? ഹല്ലേലൂയ. തോറ്റ് തൊപ്പിയിട്ട ഒരുത്തിന് എന്തുകൊണ്ട് ജയം കൊടുക്കണം നമ്മളായിട്ട്? Amen. ഹല്ലേലൂയ. Wonderful Jesus. All of America is going through a time of fasting and prayer. Christians in America are going through fasting and prayer. ഹല്ലേലൂയ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ദൈവവിശ്വാസികൾ ദൈവമക്കൾ എല്ലാം ഫാസ്റ്റിംഗിൽ പ്രയർ കൂടെ പോകുന്ന ഒരു സമയം. Praise the Lord. He has led us also into a time of fasting and prayer. ഹല്ലേലൂയ. ദൈവം അതിനായി നമ്മളെ നയിച്ചതോർ ദൈവത്തിന്റെ സ്തോത്രം. Starting today. ഇന്ന് തുടങ്ങി. And I've just printed out the itinerary of the programs for the heads of the families. I've given it to you. Read that. Most of the details are there. ഉപവാസത്തോടുള്ള കൂടുതലായിട്ടുള്ള വിശദ വിവരങ്ങൾ അച്ചടിച്ച ഒരു പേപ്പർ നിങ്ങൾക്കെല്ലാം ഞാൻ തന്നു. നിങ്ങളത് വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. It is very clear. എല്ലാം വ്യക്തമാണ്. There will be 2 all-night sessions on Friday nights. 2 വെള്ളിയാഴ്ചകളിൽ നമ്മൾ മുടി രാത്രി പ്രാർത്ഥന ഉണ്ടായിരിക്കും. One is on the 14th and one is on the 28th of September. ഒന്ന് സെപ്റ്റംബർ 14-ാം തീയതി 28-ാം തീയതിയുമായി. That means after the Friday meeting here, we'll still be here. Those of you who want to bring your paya or mattress, you can do that, your pillows, but we'll be here throughout the night. We'll be having all-night prayers. അതിന്റെ അർത്ഥം വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ രാത്രി മുഴുവൻ ഇവിടെ ആയിരിക്കും. പാ കൊണ്ടുവരുന്നവർക്ക് പാ കൊണ്ടുവരാം, തലയെണ്ണ കൊണ്ടുവരാം. And we'll be here till 4 o'clock, 5 o'clock. We will walk into the dawn in prayer and praise and thanksgiving. ആമേൻ. നമ്മൾ അതിരാവിലെ വരെ ഇവിടെ ഉണ്ടായി രാവിലെ പ്രഭാതത്തിലേക്ക് നമ്മൾ സ്തോത്രത്തോടും സ്തുതികളോടും കൂടെ പ്രവേശിക്കും. I'm quickly reading what I have already printed. Fasting means essentially a time of being with the Lord. ഹല്ലേലൂയ. ഉപവാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ. Go ahead. What does it mean? It means to be with God. അതിന്റെ അർത്ഥം ദൈവത്തോട് ചേർന്നിരിക്കുക. Amen. ഹല്ലേലൂയ. It means many have sacrificed food as a means of fasting, and it is a very good thing to do. പലരും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം ചെയ്യും. അത് നല്ല കാര്യമാണ്. It's a very good thing to do. നല്ല കാര്യമാണ്. And I would encourage and tell some people, if you have not done it, please start doing it. It's a very good thing for our bodies. ഹല്ലേലൂയ. ഇതുവരെ അങ്ങനെ ചെയ്യാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് ഇത് വളരെ ആരോഗ്യകരമാണ്. But along with food, എന്നാൽ ഭക്ഷണത്തോടൊപ്പം we must also seek the Lord and His grace to abstain from things that keep us from being close to Him, as He wants to pour out mightily on us these days. ഹല്ലേലൂയ. ഭക്ഷണം വെടിയുന്നതോടൊപ്പം ദൈവം നമ്മുടെ മേൽ പകരുന്നതെല്ലാം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. So whatever is hindering your prayer, move away from that. എന്താണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം അതിനെ മാറ്റുക. For example, we can fast from this fellow. ഉദാഹരണത്തിന് ഫോണിൽ നിന്ന് ഫാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. You know, when we pray, somebody calls us, we can just put it off. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരും വിളിക്കും, അത് ഓഫ് ചെയ്ത് വെക്കാം. Put a sign there, not available for 21 days. ഹല്ലേലൂയ. പറയുക ഞാൻ 21 ദിവസത്തേക്ക് അവൈലബിൾ അല്ല. Hallelujah. We can fast from something that may cost us a pain. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വേദന ഉണ്ടാക്കുന്ന എന്തിൽ നിന്നെങ്കിലും നമുക്ക് ഉപവസിക്കാൻ പറ്റും. Amen. You decide. നിങ്ങൾ തീരുമാനിക്കുക. Okay. Now next, let us say what Jesus said about fasting. I'm quickly going to that. യേശു ഉപവാസത്തെ പറ്റി പറഞ്ഞു നോക്കാം. Matthew 6:16. Moreover, when you fast, do not be as the hypocrites of a sad countenance, for they disfigure their face, that they may appear unto men to fast. Verily I say unto you, they have their reward. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ പരീശന്മാരെ പോലെ നിങ്ങളുടെ മുഖഭാവം നിങ്ങൾ വിഷമമൊന്നും കാണിക്കല്ല. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് ഉപവസിക്കുന്നത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് യേശു പറയുന്നു. That thou appear not unto men to fast, but unto thy Father which is in secret, and thy Father which seeth in secret shall reward thee openly. ഓ, യേശു കർത്താവ് പറയുന്നു നമ്മൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥന രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. Amen. 2 things we can understand there. രണ്ട് കാര്യം മനസ്സിലാക്കാം. Our fast is unto God. നമ്മുടെ ഉപവാസം ദൈവത്തോടാണ്. It is not to show the pastor or the members of the church. No. സഭയിലെ ആളുകളെയോ പാസ്റ്ററെ കാണിക്കാനല്ല. You can decide. You get into a covenant with God. നിങ്ങൾ ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുക. For example, Lord, I will not have food one meal a day every day. Wonderful. നിങ്ങൾക്ക് ദൈവത്തിന് തീരുമാനിക്കാം. ഉദാഹരണത്തിന് ഒരു ആഹാരം ഞാൻ Or വെടിയുകയാണ്. maybe some of you want to skip all the 3 meals on the 21 days. Wow, wonderful. ഹല്ലേലൂയ. 3 നേരം ആഹാരം വെടിയണമെന്ന് താല്പര്യമുള്ള അത് സന്തോഷമാണ്. There are experts of fasting sitting here. ഹല്ലേലൂയ. ഉപവാസത്തിൽ വളരെ വിദഗ്ധർ ഇവിടെ ഉണ്ട്. Praise the Lord. കാര്യത്തിൽ ദൈവത്തിന് സൂചിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരു 40 കഴിഞ്ഞാൽ 21, 20 കഴിഞ്ഞാൽ 40, 40 കഴിഞ്ഞാൽ 21. Wonderful people. Praise God. ഹല്ലേലൂയ. Hallelujah. You want to do that? Do that. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യണം. But let it be unto God. എന്നാൽ ഉപവസിക്കുന്ന ദൈവത്തിന് I'll show you a practical thing, precious people. Take a piece of paper, write down, Lord, the next 21 days, these are the things I want to do. This is between me and you. ഹല്ലേലൂയ. നിങ്ങൾ പ്രായോഗികമായ ഒരു കാര്യം ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ ദൈവത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതണം. Amen. ഹല്ലേലൂയ. All right. Part number 2, in the same paper, write down my covenant with God.
രണ്ടാമത്തെ ഭാഗത്ത് ആ പേപ്പറിൽ തന്നെ നിങ്ങൾ ദൈവമായിട്ടുള്ള ഉടമ്പടി എഴുതണം. Lord, after this 21 days or in between the 21 days, these are some special things I need from you. കർത്താവേ, 21 ദിവസത്തിനിടയിലും 21 ദിവസത്തിന്റെ ഉപവാസത്തിലും ഈ കാര്യങ്ങൾ എനിക്ക് നിന്നിൽ നിന്ന് വേണം. Because my reward is from you. കാരണം എന്റെ പ്രതിഫലം നിന്നിൽ നിന്നാണ്. Then after writing your list, ലിസ്റ്റ് എഴുതിയ ശേഷം add one more thing. ഒരു കാര്യം കൂടി എഴുതുക. Lord, these list plus whatever you want to give me, I receive happily. ഹല്ലേലൂയ. കർത്താവേ, ഈ ലിസ്റ്റ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ അങ്ങ് എനിക്ക് എന്ത് തരാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം എനിക്ക് തരും. The Lord has told me He's going to pour out mightily. ദൈവശക്തമായിട്ട് നിങ്ങളുടെ പകരുവാൻ ദൈവം പറഞ്ഞു. Indeed, somebody said He has done great things. ഹല്ലേലൂയ. ആരോ പറഞ്ഞു ഇതുവരെ തന്നെ ദൈവം വലിയ കാര്യം ചെയ്തു കഴിഞ്ഞു. Yes. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? What should be done has already been done on the cross. ഹല്ലേലൂയ. ചെയ്യേണ്ടതെല്ലാം ക്രൂശിൽ നിർവഹിക്കപ്പെട്ടു But in കഴിഞ്ഞു. this generation, for our church, God has actualized some things for us by faith. എന്നാൽ ഈ തലമുറയിൽ ഈ സമയത്ത് ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ That is why in വെച്ചിട്ടുണ്ട്. the book of Romans 16 we read, the God of peace shall soon crush Satan under your feet. അതുകൊണ്ടാണ് റോമൻ 16 നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശു സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും. And it is happening. അത് നടക്കുകയാണ്. Jesus died on the cross and destroyed his head. യേശു കാൽവരിയിൽ മരിച്ച് അവന്റെ തല തകർത്തു. But the tail is wagging. എന്നാൽ അവന്റെ വാൽ ആടുകയാണ്. In every generation, God allows the church to give that tail one more stamp and go in faith. ആമേൻ. ഓരോ തലമുറയിലും ഒരു റെമനന്റിനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ആ വാലിനെ ചവിട്ടി തേച്ച് Matthew 16:19, God is doing. മത്തായി 16 അധ്യായത്തിൽ അത് ചെയ്യുന്നു. The God of peace shall soon crush Satan underneath your feet. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. You know that song, girls? ഹല്ലേലൂയ. Vidya, you know that song? Romans 16:19 says. സ്തോത്രം. Okay, we'll teach you some other time. സ്തോത്രം. Next, let's go on. വീണ്ടും പോകാം. Verse 6 to 12 of Isaiah 58 tells you really what pleases God. യെശയ്യാ 58 6 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് പറയുന്നു. Is it such a fast that I have chosen, a day for a man to afflict his soul? Is it to bow down his head as a bulrush and to spread sackcloth and ashes under him? Will you call this a fast and an acceptable day to the Lord? God is saying, see, your kind of fasting is destroying your own body, going hungry and keeping away from food with the wrong reasons. I am not interested in that fasting. അവിടെ ദൈവം പറയുന്നു, നിങ്ങളുടെ ഭക്ഷണം വെടിഞ്ഞ്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ദൈവത്തോട് അകന്നിരിക്കുന്നു. ഇതെനിക്ക് ഇഷ്ടമുള്ള ഉപവാസം അല്ല എന്ന് ദൈവം പറയുന്നു. Church, let me tell you this. ഞാൻ പറയട്ടെ സഭയെ, If some of you want to take away, stop eating food, ആർക്കെങ്കിലും ഭക്ഷണം മാറ്റണമെങ്കിൽ it should be done with the right spirit. നല്ല ആത്മാവിൽ ചെയ്യണം. Don't destroy your body and then give your body and say, Lord, I am destroying my body. I am feeling the pain. Please see this and make me acceptable. That's not the right spirit. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദണ്ഡിപ്പിക്കരുത്. നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് വേദന സഹിച്ച് കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഉപവസിക്കുകയാണെന്ന് പറയരുത്. That's not the right spirit. അതല്ല ശരിയായ ആത്മാവ്. Let me clear it to you. Colossians 2 chapter 2 verses 17. കൊലോസ്യർ 2:17 വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു. That is a false doctrine which some people in the New Testament church used to practice during the time of the great apostle Paul. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ സമയത്ത് പുതിയ നിയമസഭയിൽ അവർ ആചരിച്ചിരുന്ന തെറ്റായ ഉപദേശങ്ങളാണ് അവിടെ വായിക്കുന്നത്. See what it says in verse 18. 18 വാക്യം ഇങ്ങനെ വായിക്കുന്നു. Let no man beguile you of your reward in a voluntary humility and worshipping of angels, intruding into those things which he has not, what is it? അതിന്റെ ശരീരത്തെ ധന്യപ്പിച്ചു. It's verse 23. I'm sorry, it's verse 23. 23 വാക്യം. Which things have indeed a show of wisdom in will worship and humility, and neglecting of the body, not in any honor to the satisfying of the flesh. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജഡത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല ഉപവസിക്കേണ്ടത് എന്നാണ് ഇവിടെ വായിക്കുന്നത്. You can feel pain. നമുക്ക് വേദന തോന്നാം. And we think God is pleased. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരം ദണ്ഡിപ്പിക്കുന്ന There are people in other religion who keep on destroying their body, you know. മറ്റു മതങ്ങളിലുണ്ട് ശരീരം ദണ്ഡിപ്പിക്കുന്നവരുണ്ട്. They take some nails, they sleep on nails, beds made of nails, and they torture their body, and when they do that they get a satisfaction. ഹല്ലേലൂയ. ആണി ഉള്ള കിടക്കുകയും ആണി ശരീരത്തിൽ ആണി അടുപ്പിച്ച് മുറിവ് വെപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്, ശരീരം ദണ്ഡിപ്പിക്കുന്നവരുണ്ട്. അതിൽ കൂടെ അവർക്ക് തൃപ്തി ലഭിക്കും. They have a wrong idea of God. ദൈവത്തെ പറ്റി തെറ്റായ മനോഭാവമാണ്. Our God is not like that. നമ്മുടെ ദൈവം അങ്ങനെയുള്ളവനല്ല. Don't destroy your bodies. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത്. Somebody shout an amen to that. എത്ര പേര് എന്നോട് ആമേൻ പറയും? Jesus did not tell us to do all these things. ഇതെല്ലാം ചെയ്യാൻ യേശു പറഞ്ഞില്ല നമ്മളോട്. Jesus said when you fast, this is the right attitude. യേശു പറഞ്ഞു ഉപവസിക്കൂ, ഇതാണ് ശരിയായ മനോഭാവം. Now you can read Isaiah 58 6 to 10 and you can understand what are the things God really wants to be done
during a time of fasting. യെശയ്യാ 58:6-12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഉപവാസ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. May the Lord bless you for that. അതിനായി ദൈവം നമ്മളെ You know, അനുഗ്രഹിക്കട്ടെ. many of us come from the Eastern culture, from Kerala, India, where the Eastern culture is predominantly dominating there. ഹല്ലേലൂയ സ്തോത്രം. അതെ, കിഴക്കിന്റെ മര്യാദകളും കൾച്ചറും സ്വാധീനം ചെലുത്തുന്ന കേരളത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ കൂടുതലും. You know, India is very famous for the what is that? The Maharishis and the great saints of the Hindu religion and all that. ഹിന്ദു മതത്തിലെ സാധുമാര്, സന്യാസിമാർ, ഇവരെ പറ്റിയൊക്കെ ഇന്ത്യക്ക് വളരെ പ്രസിദ്ധിയുണ്ട്. And they torture their body. അവരവരുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കും. They they close themselves in a room for many days. അനേക ദിവസങ്ങൾ മുറിക്കകത്ത് കയറി അടച്ചിരിക്കും. They go up to a mountain by themselves. തനിയെ മലയുടെ മുകളിൽ കയറി പോകും. They call it tabas. അവർ തപസ് എന്ന് വിളിക്കും. And they get some inward happiness which they think is from God. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുള്ളിൽ എന്തോ ഒരു സന്തോഷം തോന്നും. അവർ വിചാരിക്കും ദൈവം It കൊടുക്കും. is not from God. ദൈവത്തിൽ നല്ലത്. It is from the soul itself. ഹല്ലേലൂയ. അത് അവരുടെ ദേഹിയിൽ നിന്നുണ്ടാകുന്ന. I can prove it to you. എനിക്ക് തെളിയിക്കാൻ പറ്റും. Our soul has so much of strength. നമ്മുടെ ദേഹിക്ക് ഒരു ശക്തിയുണ്ട്. If you close your eyes, നിങ്ങളുടെ കണ്ണടച്ചാൽ, if you close your ears, ചെവി അടച്ചാൽ, if you close your mouth, വായടച്ചാൽ, be like that for a day or two. അങ്ങനെ 1-2 ദിവസം നിന്നാൽ, Don't say anything, don't hear anything, don't see anything. Just keep your eyes closed and sit like this. ഒന്നും കാണരുത്, കേൾക്കരുത്, സംസാരിക്കരുത്, അനങ്ങാതിരിക്കണം. You will feel a power inside. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ശക്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. That is just your soul power. അത് നിങ്ങളുടെ ദൈഹിക ശക്തിയാണ്. We are being given freely, spirit freely from above. നമുക്ക് സൗജന്യമായി സ്വർഗ്ഗത്തിൽ നിന്നും ആത്മാവിനെ ദൈവദാനം തന്നിരിക്കുന്നു. You don't have to do all these things to get that. ഇതിനെ പ്രാപിക്കാൻ നമുക്ക് ഹല്ലേലൂയ, നമുക്ക് അതിനെ പ്രാപിക്കാൻ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. Are you following me, people? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Yes or no? ഹല്ലേലൂയ. So fasting time is not a time to torture your body. നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാനുള്ള സമയമല്ല ഉപവാസം. But when food and sleep and comfort and pleasure and watching TV and all these things is standing in the way of your being so close to God, avoid it. Take it away. ആമേൻ. ദൈവത്തിനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്താണെങ്കിലും, അത് ടി വി ആകട്ടെ, ഭക്ഷണമാകട്ടെ, എന്റർടൈൻമെന്റ് ആകട്ടെ, അതിൽ നിന്ന് അകന്നു മാറുക. നിങ്ങളുടെ സമയം കർത്താവിനോട് കൂടെ വസിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. You heard this morning 2 people saying the same word from Isaiah 40. They that wait upon the Lord shall renew their strength. 2 പേർ ഇന്ന് പകൽക്കാലം ഈ വചനം നമുക്ക് തന്നു, വാഗ്ദാനമായി തന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. We heard from Babuguti brother and Pastor Heflin about that. ഹല്ലേലൂയ. ഈ 2 ദേവദാസന്മാരെ കൂടി അത് നമുക്ക് തന്നു. What do you mean by waiting? എന്താണ് കാത്തിരിക്കാന്ന് I പറയുന്നത്? said this already. Can somebody tell me what? ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്താണ് അതിന്റെ അർത്ഥം? What is the Hebrew word for that? ഹല്ലേലൂയ. വെയിറ്റിംഗ്, കാത്തിരിക്കുക എന്നുള്ള ഹെബ്രു QAL, kal. കാൽ എന്ന പദമാണ്. That means you are holding on to. Come here. You're holding on like a vine. Pastor said like a vine twists itself around a tree. Like this, you hold on to Jesus. ഹല്ലേലൂയ. ഒരു മുന്തിരിവള്ളി അതിന്റെ അവിടെ ചുറ്റി പടരുന്നത് പോലെ കർത്താവിനോട് അള്ളിപ്പിടിച്ച് ചുറ്റി പിടിച്ചിരിക്കുന്നതാണ്. When you do that, He begins to impart Himself onto you. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ദൈവം നിങ്ങളിലേക്ക് പകരും. When I say that, you don't know how ഹല്ലേലൂയ. സ്തോത്രം. refreshed I feel. ആമേൻ. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എത്ര വലിയൊരു റിഫ്രഷ്മെന്റ് ഉണ്ടായി നിങ്ങൾക്ക് അറിയത്തില്ല. How many of you want to do that for the next 21 days? എത്ര പേര് അത് കഴിഞ്ഞ 21 ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു? Keep hugging the Lord. ആമേൻ. കർത്താവിനെ ആലിംഗനം ചെയ്യുക, മുറുകെ പിടിക്കുക. When we do that, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ He will send powerful messengers into our midst. നമ്മുടെ മധ്യത്തിലേക്ക് ശക്തരായ ദൈവത്തിന്റെ ദൂതുവായികളെ ദൈവമായി. Tonight we have a man of God called Pastor Binu Cherian. ഇന്ന് രാത്രി ബിനു ചെറിയൻ എന്ന ദേവദാസ് നമ്മുടെ മധ്യത്തിൽ. Tonight's meeting is at 7 o'clock. ഇന്ന് രാത്രി മീറ്റിംഗ് 7 മണിക്കാണ്. Tomorrow morning, evening, day after tomorrow, morning, evening, we have another man of God called Pastor Jacob C. John. നാളെ രാവിലെ വൈകിട്ട്, മറ്റന്നാൾ രാവിലെ വൈകിട്ട് വേറൊരു ദേവദാസൻ ജേക്കബ് സി ജോൺ എന്ന ദേവദാസൻ നമ്മുടെ കൂടെ ഉണ്ട്. The Lord has told me He's going to send powerfully anointed men into our midst. ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തു, ശക്തന്മാരെ, അഭിഷക്തന്മാരെ നമ്മുടെ മധ്യത്തിൽ അയക്കും. Let God do it. അത് ദൈവം ചെയ്യട്ടെ. God is going to speak to all of us. നമ്മളോടെല്ലാം ദൈവം സംസാരിക്കും. 2, after this time of fasting and prayer, രണ്ടാമത് ഈ ഉപവാസത്തിന് ശേഷം church will not be the same. ഈ സഭ ഇങ്ങനെ ആയിരിക്കത്തില്ല. God is going to bring more people. അനേകരെ ദൈവം കൂട്ടി വരുന്ന സഭയിലേക്ക്. And we are also started now quickly looking for another place. അതല്ലേ, പെട്ടെന്ന് വേറൊരു സ്ഥലം നമ്മൾ അന്വേഷിക്കുക. Brother Sam has been looking for churches, many churches. And I didn't even have to tell him, he was looking for churches. ഞാൻ പറയാതെ തന്നെ സാം എപ്പോഴും സഭ നോക്കിക്കൊണ്ടിരിക്കുക. He sent me a list. ഒരുപാട് ലിസ്റ്റുകൾ But I want you to know, church, my heart is for a large hall. ഹല്ലേലൂയ. എന്റെ ഹൃദയം ഒരു വിശാലമായ ഹാളിലാണ്. An office space nearby. അതിനടുത്ത് ഓഫീസ് സ്ഥലമുണ്ട്. And a place where people can just walk in.
ഹല്ലേലൂയ. എല്ലാവർക്കും സ്വതന്ത്രമായി കടന്നു വരാനുള്ള സൗകര്യം. Are you getting this? ഹല്ലേലൂയ. And in my dream, I think of a very white, church. The walls are very white. ഹല്ലേലൂയ. അതെ, ഭിത്തിയൊക്കെ വളരെ വെള്ള പൂശിയ ഒരു വലിയ വിശാലമായ ഒരു സഭയെ ഞാൻ Nice white chairs. നല്ല മനോഹരമായ വെള്ള കസേരകൾ. With the ability to write on that, you can write writing pads, that thing on the chairs. ഹല്ലേലൂയ. അത് റൈറ്റിംഗ് പാഡ് ഒക്കെ ചേർന്ന് തന്നെ സൈഡിലുള്ളത്. And I'm thinking of a church where you can just swipe your card. You can have that. You want to make an offering, instead of that box, you can just swipe your card. ഹല്ലേലൂയ. ഓഫറിംഗ് ഇടാതിന്റെ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള I'm സംവിധാനം. going against my word. Oh my goodness. ഹല്ലേലൂയ. Not, thank you, Acha. I was against using credit cards. I mean, you can use your debit cards and swipe it. Praise the Lord. ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യാം. I was just saying, the thing is, people pray and ask for something like that because God is bringing people. കാരണം ദൈവം ആത്മാക്കളെ കൊണ്ടുവരുന്നതുകൊണ്ട് വളരെ വിശാലമായത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. Get what yours is during this 21 days fasting. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം, അത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. You're going to get it. നിങ്ങൾക്ക് കിട്ടും. By the way, I was just kidding about this thing and all that. Don't get it serious. ഹല്ലേലൂയ. ഈ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ തമാശയായി പറഞ്ഞ് നിങ്ങൾ But I want those chairs and I want those writing pads, and don't you desire to see all those things? എന്നാൽ കസേര റൈറ്റിംഗ് പാഡും ഒക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും അത് ആഗ്രഹം ഉണ്ടല്ലോ. When we preach, you can take down notes. ഹല്ലേലൂയ. പ്രസംഗിക്കുമ്പോൾ നോട്ടുകൾ എഴുതാൻ പറ്റും. I'm praying for a magazine, a regular magazine for the church. തുടർമാനമായ ഒരു മാഗസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And some people are already started praying for live webcasts all over the world. Praise the Lord. ഹല്ലേലൂയ. ലോകം മുഴുവൻ വ്യാപകമായിട്ടുള്ള ലൈവ് വെബ്കാസ്റ്റ് വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്നു. But more than all these things, എന്നാൽ ഇതിനെല്ലാം ഉപരിയായി let me tell you, ഒരു കാര്യം പറയട്ടെ. I am looking forward to a church ഞാൻ ഇങ്ങനെയുള്ള ഒരു സഭയെ നോക്കുകയാണ്. that God will be pleased with every time ആമേൻ. He looks at it. ഹല്ലേലൂയ. എപ്പോൾ ദൈവം ഈ സഭയെ നോക്കിയാൽ അപ്പോഴൊക്കെ ദൈവത്തിന് പ്രസാദം വരും. തന്റെ ഉള്ളം പ്രസാദിപ്പിക്കുന്ന ഒരു സഭയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If Satan at any time goes to God, ഏതെങ്കിലും സമയത്ത് പിശാചി സഭയെ പറ്റി ദൈവസന്നിധിയിൽ ചെന്ന് God says, have you seen that people there? ഇവരെ കണ്ടോ എന്ന് ചോദിച്ചാൽ They will worship me no matter what. ദൈവം പറയും, എപ്പോഴും ഇവരെന്നെ എന്ത് സാഹചര്യം ആരാധിക്കും. They and their children and their generation will walk in my ways all the time. അവരും അവരുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളും എന്റെ വഴികളിൽ മാത്രം നടക്കും. God will be pleased with us. I want that. ഹല്ലേലൂയ. ദൈവം അവരുമായി പ്രസാദിച്ചിരിക്കും. അതാണ് എന്റെ ആഗ്രഹം. That is the vision which God has for the church. ഈ സഭയ്ക്ക് കർത്താവ് തന്ന ദർശനം അതാണ്. Everything else is secondary. ബാക്കിയെല്ലാം രണ്ടാമതേ വരൂ. Are you understanding this, people? നിങ്ങൾക്കിത് മനസ്സിലാകുന്നുവോ? This morning, രാവിലെ we are looking into a man who was like that, about the life of a man who was like that. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ നോക്കുകയാണ്. How many more people want to know എത്ര about പേർ him? ആ വ്യക്തിയെ കാണണം? Say an amen. അങ്ങനെ കാണണം എന്നുള്ള ഒരു ആമേൻ പറയും. Hallelujah. After all this power ministry and part of it, I know many of you are, feeling a bit tired. Don't be. No, there is no tiredness in the presence of God. ഹല്ലേലൂയ. ഈ ശക്തമായ ശുശ്രൂഷകൾക്കൊക്കെ ശേഷം നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം. ക്ഷീണിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ ക്ഷീണമില്ല. ഹല്ലേലൂയ. This man we read about is in the book of Revelation chapter 2 verses 13. ഹല്ലേലൂയ. നമ്മൾ പറയുന്നതായിട്ടുള്ള വ്യക്തി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ്. And when we share the word, whoever feels like, keep on exercising your authority by speaking the word of God in your mouth, keep praying in tongues, you can do all these things. And we will stop as soon as the Lord tells me to stop. We will stop maybe at 3 o'clock, 4 o'clock. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ഈ ദൈവാനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അന്യഭാഷകൾ ഉപയോഗിക്കാം. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം പോലെ ദൈവം നയിക്കുന്നത് പോലെ ശുശ്രൂഷ പോകട്ടെ. Okay, Revelation chapter 2 വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം verses 13. 13-ാം വാക്യം. I know your works and where you dwell, even where Satan seateth, and you hold fast my name, and have not denied my faith, even in those days where Antipas was my faithful martyr, who was slain among you, where Satan dwells. ഹല്ലേലൂയ സ്തോത്രം. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. Hallelujah. ഹല്ലേലൂയ. Can we lift up our hands and say thank you, Jesus? ഹല്ലേലൂയ. നാം കരമുയർത്തി കർത്താവിന് നന്ദി പറയുമോ? താങ്ക് യു ജീസസ്. Number one, the first thing about Antipas. അന്തിപ്പാസിനെ പറ്റിയുള്ള ഒന്നാമത്തെ കാര്യം, The name Antipas is essentially a Greek name. അന്തിപ്പാസ് എന്ന പേര് ഒരു ഗ്രീക്ക് പദമാണ്. He was not a Jew. യഹൂദനല്ല. He was a man who was converted by the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. History says he was a bishop ordained by Apostle John in the city of Pergamos. ഹല്ലേലൂയ. ചരിത്രം പറയുന്നത് അപ്പോസ്തലനായ യോഹന്നാനാൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ഇടയനായിട്ട് ബിഷപ്പായിട്ട്
നിയോഗിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. പെർഗമാസ് എന്ന സ്ഥലം. The city of Pergamos was a totally demonic city. പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലം പൈശാചിക സ്വാധീനങ്ങളുള്ള ഒരു സ്ഥലമാണ്. Why would God want to plant a church in a place like that? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ദൈവം ഒരു സഭയെ സ്ഥാപിക്കും? This morning we are going to study about Antipas and we are going to see what really we mean by being a witness for Jesus Christ. അന്തിപ്പാസിന്റെ ജീവിതത്തിൽ കൂടെ യേശുവിന്റെ സാക്ഷിയാകുക എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. The word Antipas is mentioned only once in the Bible. ദൈവവചനത്തിൽ അന്തിപ്പാസിന്റെ പേര് ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Antipas means like father. അന്തിപ്പാസ് എന്ന് പറഞ്ഞാൽ അപ്പനെ പോലെ. That's a Greek word. It means like your father, like father. അപ്പനെ പോലെ എന്നുള്ള അർത്ഥമാണ്. That's what we understand about Antipas. അതാണ് അന്തിപ്പാസ് എന്ന വാക്കിന്റെ അർത്ഥം. 3, the mention about Antipas is not made by a man. This is the testimony which Jesus Christ himself makes about Antipas. ഹല്ലേലൂയ. അന്തിപ്പാസിനെ പറ്റിയുള്ള പരാമർശം ഒരു മനുഷ്യൻ നൽകിയതല്ല, യേശു കർത്താവ് തന്നെ നേരിട്ട് നൽകിയ ഒരു സാക്ഷ്യമാണ് ഇദ്ദേഹത്തിന്റെ വിഷയം. When you read chapter 2, രണ്ടാം അധ്യായം വായിക്കുമ്പോൾ verses 13, 12, 12 വാക്യം വായിക്കും. you can see the Lord Jesus Christ himself is giving direction to John the apostle. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ നേരിട്ട് യോഹന്നാൻ അപ്പോസ്തലന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കാണാം. He says, write to the angel in Pergamos. യേശു പറയുന്നു, പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. The one who has a two-edged sword is writing this. മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. And he's saying to the church in Pergamos, പെർഗമോസിലെ സഭയോട് ഇങ്ങനെ പറയുന്നു. number 1, I know your works. ഒന്നാമത് പറയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. And I know where you live. നീ എവിടെ പാർക്കുന്നത് ഞാൻ അറിയുന്നു. Even where Satan's seat is. നീ പാർക്കുന്നിടം സാത്താന്റെ സിംഹാസനം ഉള്ളിടമാണെന്ന് ഞാൻ അറിയുന്നു. And then God is appreciating the church. അതിനുശേഷം സഭയെ ദൈവം അഭിനന്ദിക്കുകയാണ്. You are holding fast my name. നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. And you have not denied my faith. എന്റെ വിശ്വാസം, എങ്കലുള്ള വിശ്വാസം നീ നിഷേധിച്ചിട്ടില്ല. Then the Lord goes on to say, you even when my faithful martyr Antipas was killed, you held on to the faith. പിന്നീട് കർത്താവ് തുടർന്ന് പറയുകയാണ്, എന്റെ വിശ്വാസ സാക്ഷിയായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം വിട്ടുകളഞ്ഞില്ല, എന്നെ നീ മുറുകെ പിടിച്ചു. Hallelujah. Hallelujah. This is a testimony from the Lord himself. ഇത് ദൈവത്തിൽ നിന്ന് നേരിട്ട് തരുന്ന ഒരു Somebody say with me, testimony. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങൾ പറയുക സാക്ഷ്യം. Somebody say the word testimony. Testimony. Somebody say the word testimony. Testimony. The first thing I want to tell today is testimony. ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന ടെസ്റ്റിമണിയെ പറ്റി. Antipas had a testimony from Jesus Christ himself. ആമേൻ. അന്തിപ്പാസിന്റെ കർത്താവ് യേശുവിൽ നിന്ന് തന്നെ ഒരു സാക്ഷ്യം ലഭിച്ചു. Not from John. യോഹന്നാനിൽ നിന്നല്ല. Not from the church. സഭയിൽ നിന്നല്ല. Jesus himself. യേശു കർത്താവിൽ നേരിട്ട്. Now there was another man who had the same testimony. Let me quickly go there and come back. Acts 22:20. അപ്പോസ്തലപ്രവൃത്തി 22:20 ഇങ്ങനെ വേറൊരു മനുഷ്യൻ. Another man who God has called his own martyr. തന്റെ സ്വന്തം എന്ന് ദൈവം സാക്ഷീകരിച്ച വേറൊരു വ്യക്തിയെ കാണാം. What is his name? അദ്ദേഹത്തിന്റെ പേരെന്താണ്? His name was, he was also a Greek. അദ്ദേഹം His name was Stephen. അദ്ദേഹം യവനക്കാരനായിരുന്നു, സ്തെഫാനോസ് ആയിരുന്ന വ്യക്തി. There also God is testifying about Stephen. അവിടെയും ദൈവം തന്നെ നേരിട്ട് സ്തെഫാനോസിനെ സാക്ഷീകരിക്കുക. So remember that. അത് ഓർക്കണമേ. Here is a person called Antipas who is testified by God. ഇവിടെ ദൈവത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ച ഒരു മനുഷ്യൻ അന്തിപ്പാസ്. People of God, here is a word for you. പ്രിയപ്പെട്ട നമുക്കൊരു വചനം ഇതിൽ The നിന്ന് greatest desire of your life and my life must be to get as testimony from God himself. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിൽ നിന്ന് നമുക്ക് നേരിട്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു സാക്ഷ്യം ലഭിക്കുക എന്നുള്ളതാണ്. Will God do that? ദൈവം നമ്മളെ പറ്റി ചെയ്യുമോ? I believe God will do it for me. How about you? എനിക്കായിട്ട് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Hallelujah. ഹല്ലേലൂയ. When you get to heaven one day, ഒരു ദിവസം നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ what do you think God will tell us? I'm looking for that day. ദൈവം എന്ത് പറയുമെന്ന് ഞാൻ ആ ദിവസം നോക്കിയിരിക്കുക. My son, I was waiting for you. എന്റെ മോനെ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. All that I told you to do you have done. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ Well പൂർത്തീകരിച്ചു. done, my son. ഓ നല്ലത് A man ചെയ്തു. after my own heart. എന്റെ ഹൃദയപ്രകാരമുള്ള മകനെ, I want to listen to that. എനിക്ക് ആ ശബ്ദം കേൾക്കണം. How about you? നിങ്ങൾക്ക് കേൾക്കാൻ He താല്പര്യമില്ലേ? wants to say the same thing for you. നിങ്ങൾക്ക് അത് തന്നെ പറയണമെന്നാണ് നമുക്ക് ആഗ്രഹം. Hallelujah. ആമേൻ. That's what's happening here. അതാണ് ഇവിടെ നടക്കുന്നത്. Antipas was a man after God's own heart. I'm going to tell you how I know that. ആമേൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അന്തിപ്പാസ് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്? But if the Lord allows that, before that, the testimony of man God is more important than the testimony of man. എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മനുഷ്യന്റെ സാക്ഷ്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്, പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ സാക്ഷ്യം. Man has a testimony about us. മനുഷ്യർക്ക് നമ്മളെ പറ്റി സാക്ഷ്യമുണ്ട്. Their testimony is their opinion about us. അവരുടെ സാക്ഷ്യം അവർക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായമാണ്. For example, this man, his brother, is wearing a white shirt today.
അല്ലല്ലേ, ഉദാഹരണത്തിന് ഈ സഹോദരൻ ഒരു വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നു. He is wearing a white shirt because his wife likes him to wear a white shirt. That's why. ഭാര്യയ്ക്ക് അത് ഇഷ്ടമായതുകൊണ്ട് വെള്ള ഷർട്ട് ഇട്ടേക്കുക. And he likes to wear this because his son likes him to wear this. അവന്റെ മോൻ ഇഷ്ടമായതുകൊണ്ട് ഈ പാന്റ് ഇട്ടേക്കുക. And he's looking very handsome today. അതിനാണ്ട് വളരെ നല്ല സുന്ദരനായിരിക്കുന്നു. Some of you are jealous. Say an amen to that. Hallelujah. ആമേൻ. So, the testimony, the opinion we have about this man is what he is wearing outside. അതുകൊണ്ട് ഈ മനുഷ്യനെ പറ്റിയുള്ള നമ്മുടെ സാക്ഷി അല്ലെ മനുഷ്യന്റെ അഭിപ്രായം ഈ മനുഷ്യൻ എന്ത് പുറത്ത് ധരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. Somebody say, I understand, Pastor, what you are talking about. ഹല്ലേലൂയ. പാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലായെന്ന് എത്ര പേര് പറയും? What do you say? ഹല്ലേലൂയ. There was a young fellow called David. ദാവീദ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ. God wanted to make him king. അവനെ രാജാവാക്കാൻ ദൈവം തീരുമാനിച്ചു. But he was nowhere there. അവനൊരു യോഗ്യത He ഒന്നുമില്ല. went to Jesse, the Bethlehemite's house. ഹല്ലേലൂയ. ദൈവം പ്രവാചകനെ ഇശായിയുടെ വീട്ടിൽ അയച്ചു. Where are your sons, Jesse? ഹല്ലേലൂയ. ഇശായിയുടെ മക്കളെല്ലാം എവിടെ? They're all here. അവരെല്ലാം ഇവിടെ All right, call them. Make them to stand in a line. അവരെല്ലാം ലൈനിൽ നിർത്ത്. God went to the eldest one. ഹല്ലേലൂയ. ദൈവം മൂത്തവന്റെ അടുക്കൽ പോയി. And what is his name? Samuel. ഹല്ലേലൂയ. പ്രവാചകൻ Prophet Samuel. Samuel thought, ശമൂവേൽ വിചാരിച്ചു, oh, this guy is almost as tall as Saul is. ഓ ഇവൻ ശൗലിന്റെ അത്രയും നീളമുണ്ട്. Very handsome fellow. അല്ലെ, സുന്ദരനാണ് കണ്ടിട്ട്. God immediately told Samuel, Samuel, no. അല്ലെ, ദൈവം പറഞ്ഞു ശമൂവേൽ ഇവനല്ല. I don't see as you see. നീ കാണുന്ന പോലെയല്ല ഞാൻ കാണുന്നത്. People, listen to me. You know what is coming. ഹല്ലേലൂയ. എന്താണ് വരുന്നത് അറിയാം. You know what is coming. സ്തോത്രം. എന്താണെന്ന് You അറിയാം. know what is coming. ആമേൻ. വരുന്നത് എന്താണെന്ന് Say an അറിയാം. amen to that. ആമേൻ. For I see, ആമേൻ. not as man sees. Man sees the outside. I see the inside. ആമേൻ. ദൈവം പറയുകയാണ്, മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ഞാൻ കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ ഞാൻ അകമേ ഉള്ളത് കാണുന്ന ദൈവമാണ്. Somebody shout a double ഹല്ലേലൂയ. amen. Praise the Lord. ആമേൻ. David came. ദാവീദ് വന്നു. Elder brother said, this fellow ചേട്ടന്മാർ പറഞ്ഞു ഇവനാണോ to be the king of Israel? ഇസ്രായേലിന്റെ രാജാവാകുന്ന ഇവനാണോ? Samuel said, yes. ശമൂവേൽ പറഞ്ഞു അതെ. It is not my choice, it is God's choice. ശമൂവേൽ പറഞ്ഞു എന്റെ തീരുമാനമല്ല ദൈവത്തിന്റെ തീരുമാനമാണ്. Do you know, precious people, every one of you in the new covenant has been chosen like that. ഓ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അങ്ങനെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Do you believe this? ഹല്ലേലൂയ. If I were to preach to, some congregations in America, they would have stood up and they would not have allowed me to go on. ഹല്ലേലൂയ. അമേരിക്കയിലെ ചില സഭകൾ എഴുന്നേറ്റ് ഇങ്ങനെ പ്രസംഗിച്ചാൽ ചിലപ്പോൾ അവരെ മുന്നോട്ട് വിടത്തില്ല. Sister Cynthia, don't be stopped down because of our culture. Stand up and worship the Lord if you feel like doing it. ആമേൻ. ഞങ്ങളുടെ സംസ്കാരത്തിന് വിധേയപ്പെട്ട് അടങ്ങിയൊന്നും ഇരിക്കേണ്ട, ആരാധിക്കാൻ ദൈവം പ്രേരണ തരാന്ന് എഴുന്നേറ്റ് ആരാധിക്കണം. Sometimes we are ആമേൻ. so modest. ഹല്ലേലൂയ. അല്ല, ചിലപ്പോൾ നമ്മൾ വളരെ We heard that we are sons of God. നമ്മൾ കേട്ടു നമ്മൾ ദൈവ മക്കളാണ്. And we just heard that God has called us വീണ്ടും കേട്ടു ദൈവം നമ്മളെ വിളിച്ചു. with a greater calling than David was called. ദാവീദിനേക്കാൾ ശ്രേഷ്ഠമായ വിളിയാണ്. Somebody must shout an amen. ഹല്ലേലൂയ. When ആമേൻ you പറയൂ. say that God is glorified. അങ്ങനെ പറയുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്. When somebody gives you something, ദൈവം നിങ്ങൾക്ക് ചിലതിൽ തരുമ്പോൾ what we normally think is, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, വേണ്ടായിരുന്നു. I didn't want it. You know what I do when somebody gives me something? മറ്റുള്ള ചിലപ്പോൾ ഞാൻ ഇങ്ങനെ I ചിന്തിക്കും, said, I appreciate that, brother. Thank you so much. I value it. ഞാൻ രണ്ട് കൈയും നീട്ടി വളരെ നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിക്കും. Even if I don't need it, വേണ്ട എങ്കിൽ പോലും if somebody gives me something, ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ I said, thank you. ഞാൻ നന്ദി. Not because I'm a pastor, പാസ്റ്റർ ആയതുകൊണ്ടല്ല, not because I don't have money, എനിക്ക് പണമില്ലാത്തതുകൊണ്ടല്ല. but we must learn to receive as much as we give. ആമേൻ. നമ്മൾ കൊടുക്കുന്നത് പോലെ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. It's a gift to receive. അത് അതൊരു ദാനമാണ്. Are you understanding this? ആമേൻ. When God calls you his sons and tells you that your calling in his life is greater than that of David, I would just stand up and shout and say, Lord, me, thank you. ഹല്ലേലൂയ. ദൈവം നമ്മളെ മക്കളെന്ന് വിളിക്കുമ്പോൾ ദാവീദിനേക്കാൾ ശ്രേഷ്ഠമായ വിളിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഞാനാണെങ്കിൽ അത് ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട്, എന്നെയോ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി അതിനെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടും. Antipas was like that. അങ്ങനെയുള്ളവനായിരുന്നു അന്തിപ്പാസ്. Antipas said, God, you have called me. അന്തിപ്പാസ് പറഞ്ഞു, ദൈവം നീ എന്നെ വിളിച്ചു. In a land where it's supposed to be Satan's seat. ഹല്ലേലൂയ. പിശാചിന്റെ സാത്താന്റെ സിംഹാസനം ഉള്ള Number one, I'm going to stay right here. ഞാൻ ഇവിടെ നിനക്കായി നിൽക്കും. Some days ago, I went to a home. ചില ദിവസം ഞാൻ വീട്ടിൽ പോയി. They needed some help there. അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. And what happened is Satan came and told me, oops, പിശാച് വന്ന് പറഞ്ഞു, get out. ഇവിടെ നിന്ന് പോകും. I said, I will stay, you get out. അല്ലെ, ഞാൻ പറഞ്ഞു ഞാനിവിടെ, നീ പുറത്തു പോകും. Somebody shouted an amen. ഹല്ലേലൂയ. Are you still scared of Satan? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും പിശാചിനെ പേടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.
Either you stay or I stay. അല്ലല്ലേ, ഒന്ന് നീ നിൽക്കും അല്ലെ ഞാൻ നിൽക്കും. It's better that I stay. ആമേൻ. ഞാൻ നിൽക്കുന്നത് നല്ലത്. This is my territory. Out. ഇത് എന്റെ ടെറിട്ടറിയാണ്, നീ This പോകണം. is my territory. ഇത് എന്റെ അവകാശമാണ്. Somebody say, this is my territory. ഹല്ലേലൂയ. ഒരാൾ നിങ്ങൾ പറയുക ഇത് This എന്റെ is the അവകാശം. territory of the children of God. ഇത് ദൈവജനത്തിന്റെ അവകാശമാണ്. Satan has no right here. പിശാചിന് ഇവിടെ അവകാശമില്ല. Antipas said the same thing to Satan. അതെ, പിശാചിനോട് അന്തിപ്പാസ് അങ്ങനെ പറഞ്ഞു. Now we have some understanding here. ഇവിടെ ചിലർക്ക് മനസ്സിലാക്കാനുണ്ട്. We say Satan, knowledge of Satan. അല്ലെ, Satan's seat. പിശാചിന്റെ സ്ഥാനം, സിംഹാസനം. Does Satan have a seat? Not simhasanam, a seat, irippadam. അല്ലെ, പിശാചിന് ഇരിപ്പിടം. I want you to know something about Satan. അല്ലെ, പിശാചിനെ പറ്റി പറയട്ടെ. Satan is not omniscient. അല്ലല്ല, പിശാച് സർവജ്ഞാനിയല്ല. Satan is not omnipresent. സർവവ്യാപിയല്ല. And he is not all powerful. അവൻ സർവശക്തനുമല്ല. He is limited to space. അല്ലല്ല, സ്ഥല പരിമിതി ഉള്ളവനാണ് അവൻ. And Satan operates in the world through hierarchy. അല്ലല്ലേ, സ്തോത്രം. അതെ, തന്റെ അനുചരന്മാരിൽ കൂടെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. He has a network. അവനൊരു നെറ്റ്വർക്ക് ഉണ്ട്. I've explained that many times to you. ഞാൻ പലപ്പോഴും It വിശദീകരിച്ചു. so happened in that generation, Pergamos was a place where Satan was seated. അല്ലല്ല, ഇത് ഇങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് പെർഗമോസ് പിശാചിരിക്കുന്ന ഇരിപ്പിടമുള്ള സ്ഥലമായിരുന്നു. There, God raised the church up. അവിടെ ദൈവം തന്റെ സഭയെ ഉയർത്തി. Remember, we are just going to see what we mean by testimony. That's all today. അല്ലല്ല, സാക്ഷ്യം എന്താണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. At the time when the book of Revelation was written, what happened? Antipas was with the Lord. അല്ലല്ല, ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് അന്തിപ്പാസ് ഇല്ല. അന്തിപ്പാസ് ദൈവസന്നിധിയിലാണ്. Antipas was killed. കൊല്ലപ്പെട്ടു. As far as the world is concerned, Antipas' ministry was a failure. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അന്തിപ്പാസിന്റെ ശുശ്രൂഷ പരാജയമായിരുന്നു. But as God was concerned, his ministry was not a failure. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ശുശ്രൂഷ ഒരു We are going to see the difference between the way God sees and the way man sees. ആമേൻ. ദൈവം കാര്യങ്ങളെ കാണുന്നതും മനുഷ്യർ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണുകയാണ്. Hallelujah. Hallelujah. Antipas was very faithful to God. അല്ലെങ്കിൽ അന്തിപ്പാസ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായി. When you study history about Antipas, you can see wherever Antipas went, demons began to run away. ഹല്ലേലൂയ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അന്തിപ്പാസ് എവിടെയൊക്കെ പോയോ അവിടെല്ലാം പിശാച് ഓടിപ്പോയെന്ന് And വായിക്കാം. Satan could not stay peacefully in Pergamos. ഹല്ലേലൂയ. പെർഗമോസിൽ സമാധാനത്തോടെ പിശാച് ഇരിക്കാൻ പറ്റിയില്ല. This man was so powerfully anointed. ഈ മനുഷ്യൻ വളരെ ദൈവശക്തിയുള്ളവനാണ്. How many people want an anointing like that? എത്ര പേർക്ക് അങ്ങനെയുള്ള അഭിഷേകം ആവശ്യമാണ്? Hallelujah. Some of you are still scared. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോഴും പേടിച്ചിരിക്കുക. Lift up your hands. കരം നിങ്ങൾ വിശ്വാസത്തോടെ ഉയർത്തുക. Supposing God wants to send you to, somebody wanted to go to West Africa. Supposing God sends you to Africa. ഹല്ലേലൂയ. നിങ്ങളെ ആഫ്രിക്കയിലേക്ക് അയക്കാൻ ദൈവം In a തീരുമാനിച്ചു. city where people tell you, don't go there. അവിടേക്ക് പോരുന്ന ആളുകൾ പറയുന്ന സ്ഥലം. That has been the graveyard of missionaries. Don't go there. അനേക മിഷണറിമാർ കൊല്ലപ്പെട്ട സ്ഥലമാണെന്ന് In പറഞ്ഞാൽ India, we have a place which was once the graveyard of missionaries. ഒരിക്കൽ മിഷണറിമാർ കൊല്ലപ്പെട്ട ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. You know the state? നിങ്ങൾക്ക് അറിയാമോ സംസ്ഥാനം? No. One more up. Not Orissa. One state above that. ഹല്ലേലൂയ. Pastor learned his names. You are going there. Bihar. ബീഹാർ. At one time, Bihar was known, in India, was known as the graveyard of missionaries. ഒരു സമയത്ത് ബീഹാർ എന്ന സംസ്ഥാനം മിഷണറിമാരുടെ ശവപ്പറമ്പെന്ന്. Anybody who goes there, they will destroy and it is works. ആരവിടെ കർത്താവിന്റെ വേലയ്ക്ക് പോയാൽ അവരെ കൊല്ലുമായിരുന്നു. But the Lord has sent powerful Davids there. എന്നാൽ ശക്തന്മാരെ ദാവീദുമാരെ ദൈവത്തോടെ And അയച്ചു. now churches are rising up there. ഇപ്പോൾ അനേക സഭകളോട് Somebody shout an amen. ഹല്ലേലൂയ. Pergamos also, people said, Antipas, don't go there. ഹല്ലേലൂയ. പെർഗമോസും ആളുകൾ പറഞ്ഞു അന്തിപ്പാസ് നീ പോവല്ലേ, Don't go there. അവിടെ പോകരുത്. John is trying to push you down in the ministry. Don't go there. നിന്നെ ശുശ്രൂഷയിൽ ഒതുക്കാനുള്ള ശ്രമമാണ്. Yeah. John is not a real good leader. അവനൊരു നല്ല നേതാവല്ല. But this man, Antipas, said, I will go where he will tell me to go. എന്നാൽ അന്തിപ്പാസ് പറഞ്ഞു ഹല്ലേലൂയ, അവൻ എന്നോട് എവിടെ പറയുന്നു അവിടെ ഞാൻ പോകും. If I should go to Pergamos, I'll go there. പെർഗമോസിൽ പോണേ ഞാൻ അവിടെ പോകും. If I should go to Bihar, I'll go there. ബീഹാറിൽ പോണേ അവിടെ പോകാം. Where God has called me, that is where I will be. ദൈവം എന്നെ എവിടെ വിളിച്ചു അവിടെയാണ് എന്റെ സ്ഥാനം. Antipas. ഹല്ലേലൂയ. അന്തിപ്പാസ്. And the minute he started his ministry, here is a word of knowledge for some people. Your real anointing and the gifts will really start to flow when you are in the place where God wants you to be. ഹല്ലേലൂയ. നിങ്ങൾ തലകുറ ജ്ഞാനത്തിന്റെ വചനം ഇവിടെ കർത്താവ് നിങ്ങൾ റിലീസ് ചെയ്ത് തരികയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു അവിടെ ആയിരിക്കും നിങ്ങളുടെ ശരിയായ അഭിഷേകം പ്രവർത്തിക്കുന്നത്. Are you following this, people? ഹല്ലേലൂയ. Antipas began to powerfully be anointed in Pergamos. പെർഗമോസിൽ അഭിഷേകത്താൽ ഈ അന്തിപ്പാസ് നിറയപ്പെട്ടു. In the early times of his life, ministry was on fire. ആദ്യ ശുശ്രൂഷകളിൽ ശുശ്രൂഷ വളരെ ശക്തമായിരുന്നു. Satan began to get upset പിശാചിന് നിരാശയുണ്ടായി. because he was losing a lot of his prey, his clients. ഹല്ലേലൂയ. പിശാചിന്റെ ഇരകൾ ഒരുപാട് വിടുവിക്കപ്പെട്ടു. Witchcraft was moving away from the land. ആഭിചാരമെല്ലാം തകർന്നു. People were flowing into the church of this man. ഈ അന്തിപ്പാസ് ശുശ്രൂഷയ്ക്ക് സഭയിലേക്ക് ദൈവജനം കടന്നു വരാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. And Satan moved the hierarchies of that land. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ആ ദേശത്തുള്ള തന്റെ ഏജന്റുമാരെ പിശാച് ഇളക്കി.
And you know what they did to Antipas? അവർ Now അന്തിപ്പാസ് listen. ശ്രദ്ധിക്കുക ഇവിടെ Antipas is a very successful minister. Listen to me carefully. We'll stop in the next 5 minutes. Don't worry. Some of you are restless. We'll stop quickly. പെട്ടെന്ന് നിർത്താം. This is where he was really a martyr for Jesus, a testimony for Jesus. യേശുവിന്റെ സാക്ഷ്യം ലഭിച്ചത് ഇവിടെയാണ്, തന്റെ രക്തസാക്ഷിത്വം. Some of the hierarchies there came to meet Antipas. ഹല്ലേലൂയ. പിശാചിന്റെ ദൂതന്മാർ അന്തിപ്പാസിന്റെ അടുത്ത് വന്നു. Mr. Antipas, Mr. Pastor Antipas. പാസ്റ്റർ അന്തിപ്പാസേ, You got a ministry. It's good, man. നീ നല്ലവനാണ്, നിനക്ക് ശുശ്രൂഷയുണ്ട്. Why don't you give us some of that power? We'll give you money. ഹല്ലേലൂയ. ഞങ്ങൾ നിനക്ക് പണം തരാം, ആ ശുശ്രൂഷയുടെ കുറച്ച് ശക്തി ഞങ്ങൾക്ക്. Do you remember Acts 5, people of God? അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾക്ക് അറിയാമല്ലോ. Well, that temptation came to who? ഹല്ലേലൂയ. That temptation came to Peter. അതേ ഹല്ലേലൂയ സ്തോത്രം. ആ പ്രലോഭനം പത്രോസിന്റെ. I tell you, throughout the history of the church, that temptation is for genuine servants of God. ഹല്ലേലൂയ സ്തോത്രം. യഥാർത്ഥ ദൈവദാസന്മാർക്ക് എല്ലാ തലമുറയിലും ഈ പ്രലോഭനം This ഉണ്ടാകും. is one way Satan tries to capture the saints of God. ഹല്ലേലൂയ. ഒരു വിധത്തിൽ ദൈവത്തിന്റെ ദാസന്മാരെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയാണ്. Antipas, we will give you some money, give us some of your power. അന്തിപ്പാസേ, ഞാൻ നിനക്ക് കുറച്ച് പണം തരാം, നിന്റെ ശക്തി കുറച്ച് ഞങ്ങൾക്ക് താ. Antipas did not compromise. He said no. അന്തിപ്പാസ് വഴങ്ങിയില്ല. Then another group of priests, another group of people came. വേറൊരു കൂട്ടം ആളുകൾ വന്നു. They were priests of different kinds of Gentile temples in that land. ആ ദേശത്തെ ജാതികളുടെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പുരോഹിതന്മാർ. They said, Antipas, ഹല്ലേലൂയ. why don't we bring together an understanding where you pray to Jesus, we pray to our God. As long as the people are coming, we'll give them a little bit of Jesus and we'll give them a little bit of our God. We have a bigger crowd and we will split the booty 2 by 2. ഹല്ലേലൂയ. അവർ വന്ന് പറഞ്ഞു, അന്തിപ്പാസേ, നമുക്ക് തമ്മിൽ ഒരു ധാരണയിലെത്താം. കുറച്ച് പേര് യേശുവിനോട് പ്രാർത്ഥിക്കട്ടെ, ഞങ്ങളുടെ ദേവന്മാരോട് ചിലർ പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ട് ദേശത്ത് ഒരു വലിയ ക്രൗഡ് ഉണ്ടാകും, വലിയൊരു കൂട്ടം ഉണ്ടാകും. നമുക്കങ്ങനെ ഇങ്ങനെ അങ്ങ് പോയാൽ പോരാ. Antipas said, crowd belongs to God. അന്തിപ്പാസ് പറഞ്ഞു, ജനം കൂട്ടം ദൈവത്തിൻ്റെതാ. ഇപ്പോഴാ ദൂത് വരുന്നത്. ശക്തിയാൽ, not by power or might, but by my spirit, says the Lord. ആമേൻ, ആമേൻ. സൈന്യത്താലുള്ള ശക്തിയാൽ ദൈവത്തിന്റെ ആത്മാവിനാലാണ്. Antipas knew it. അന്തിപ്പാസിന് And it അറിയാം. was a no compromise. ഹല്ലേലൂയ. ഞാൻ വഴങ്ങത്തില്ല. Then the priest moved away. ഹല്ലേലൂയ. പുരോഹിതന്മാരുമായി. You know what it means, no power or might? ഹല്ലേലൂയ സ്തോത്രം. സൈന്യത്താലുള്ള ശക്തിയല്ല എന്ന് പറഞ്ഞാൽ The എന്താണ്? Lord gave you that word. God wants you to be still. Don't take things in your own strength. Amen. God himself will do it for you. ആമേൻ, ആമേൻ. സ്വന്തം ശക്തിയാൽ ഒന്നും ചെയ്യാനെ കൊണ്ട് ശ്രമിക്കരുത്. ദൈവം തന്നെ കാര്യങ്ങൾ സഹോദരന് വേണ്ടി ചെയ്തു തരുമെന്നാണ് ദൂതൻ. Okay, now let's come back. ഹല്ലേലൂയ. Antipas was not willing to compromise. ഹല്ലേലൂയ. വഴങ്ങാൻ അന്തിപ്പാസ് കൂട്ടാക്കിയില്ല. The ministry was growing. ശുശ്രൂഷ ശക്തിപ്പെട്ടു. Demons were fleeing. ഹല്ലേലൂയ. അതെ, ഭൂതാത്മാക്കൾ ഓടിപ്പോയി. There's only one thing to do now. ഒരു കാര്യം ഇപ്പൊ ചെയ്യാനുള്ളൂ. Remember, that's the seat of Satan. സാത്താന്റെ സ്ഥാനമാണ്. All those people one day came and took Antipas by strength. അവരെല്ലാവരും കൂടി ഒരു ദിവസം വന്നിട്ട് അന്തിപ്പാസിനെ സ്വന്തം ശക്തിയാ ജഡബലത്താൽ. They had something called roasting ovens in those days. ആ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഓവൻസ് ഉണ്ടായിരുന്നു. Roasting ovens. റോസ്റ്റിംഗ് ഓവൻസ്. That means it will be like a room like this. അത് ഇതുപോലുള്ള ഒരു റൂമാണ്. You put a couple of people inside. അതിനകത്ത് 1-2 പേരെ ഇട്ടാൽ, Close the door and windows. ഡോറും വിൻഡോയും അടച്ചിട്ട്, Light fire. ഹല്ലേലൂയ സ്തോത്രം, ചെറിയൊരു തീ. It becomes a big fire. അത് പിന്നീട് വലിയ തീയാവും. And you are made to stand like this with your hand and foot bound. ഹല്ലേലൂയ സ്തോത്രം. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ആ തീയുടെ നടുവിൽ നിൽക്കുകയാണ്. Antipas, will you give up Jesus? Outside the soldiers will ask. അവരിങ്ങനെ ചോദിക്കും, അന്തിപ്പാസ് യേശുവിനെ തള്ളി പറയുമോ? No. ഇല്ല. The whole church is waiting there. സഭയെല്ലാം അവിടെ കാത്തിരിക്കും. Our pastor Antipas is right now in the roasting oven. Let us pray for his release. ഹല്ലേലൂയ. സഭ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പാസ്റ്റർ ഇപ്പോൾ റോസ്റ്റിംഗ് ഓവനിൽ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കാം. If something happens to the pastor, something will happen to the church. ഓ, പാസ്റ്റർ എന്തെങ്കിലും സംഭവിച്ചാൽ സഭയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. The soldiers came and told Antipas. വീണ്ടും സൈന്യം വന്നിട്ട്, Antipas, God used you to plant the church. അന്തിപ്പാസെ സഭയെ സ്ഥാപിക്കാൻ ദൈവം നിന്നെ ഉപയോഗിച്ചു. If you die like this, the people will lose their faith. ഓ, നീ ഇങ്ങനെ മരിച്ചാൽ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. Antipas said, it is not God, I who planted the church. God planted the church. അന്തിപ്പാസ് പറഞ്ഞു, ഞാനല്ല സഭ സ്ഥാപിച്ച ദൈവത്തിന്റെ മക്കളാ, ദൈവമാണ് അവരെ വിളിച്ചത്. I will not deny my Jesus. ഞാൻ എന്റെ യേശുവിനെ തള്ളി പറയുകയില്ല. The temperature goes up. ഓ, താപനില കൂടി. The history says after some time, Antipas, the soldiers outside began to hear silent prayers and thanksgiving from this man called Antipas. ഹല്ലേലൂയ. കാത്തിരുന്ന പട്ടാളക്കാരെ വീണ്ടും ഇപ്രകാരം പറയും, ചരിത്രം ഇങ്ങനെ പറയുന്നു, അല്പസമയത്തിന് ശേഷം ശാന്തമായ പ്രാർത്ഥനയും സ്തുതികളും ഈ മനുഷ്യനിൽ നിന്ന് ഉയർന്നു. History says this man was interceding for the nation of Pergamos, for the city of Pergamos, for the whole world, for the church, and then in exhaustion he gave up his spirit. ഹല്ലേലൂയ. ചരിത്രം ഇങ്ങനെ പറയുന്നു, അദ്ദേഹം ആ പെർഗമോസ് എന്ന സ്ഥലത്തിന് വേണ്ടി,
തന്നെ കഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എല്ലാം ശാന്തമായി അവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ജീവനെ ദൈവത്തിന് കൈമാറി. His work was over. തൻ്റെ പ്രവൃത്തി കഴിഞ്ഞു. His work was over. തൻ്റെ പ്രവൃത്തി തീർന്നു. That is why Jesus said, He is my faithful martyr, my martyr. Hallelujah. He was not bothered about church. He always gave me glory in life and death. In any situation, any circumstance, I was His only love. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വിശ്വസ്ത സാക്ഷി. അല്ലെങ്കിൽ അവൻ സഭയെ പറ്റിയോ അതിനെപ്പറ്റി ഒന്നും ബോധം ചെയ്തില്ല. അവൻ എപ്പോഴും എന്നെ സ്നേഹിച്ചു, എന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം അവൻ നിലനിന്നു. അതുകൊണ്ട് കർത്താവിന് സാക്ഷ്യം. I think Antipas was a very young person. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം വളരെ പ്രായം കുറഞ്ഞ He must മനുഷ്യനായിരുന്നു. have had a wife and probably 10 or 15 good children, you know. ഒരു പക്ഷേ ഭാര്യയും 10-15 പിള്ളേരുമുള്ള വ്യക്തിയായിരിക്കാം. Maybe Satan came and told him, I'll destroy your wife and your children. പിശാച് ഒരു പക്ഷേ ഇദ്ദേഹത്തോട് പറഞ്ഞു കാണും, നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഞാൻ നശിപ്പിക്കും. Antipas said, if God cannot take care of them, I cannot take care of them also. അന്തിപ്പാസ് അവരോട് ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവത്തിന് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. What is the greatest quality that we see in Antipas? അന്തിപ്പാസ് ജീവിതത്തിൽ കാണുന്ന ഏറ്റവും ഒരു He ശ്രേഷ്ഠകരമായ had a സ്വഭാവം, testimony from God. ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒരു സാക്ഷ്യം. People of God, in conclusion, let me tell you, don't be concerned about what people say about you. ഹല്ലേലൂയ. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, മറ്റുള്ളവർ നമ്മളെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കാൻ നിങ്ങൾ വിചാരപ്പെടേണ്ട. People will judge you according to the dress that you wear. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ They will അടിസ്ഥാനത്തിൽ judge you according to the color of your skin. നിങ്ങളുടെ തൊലിയുടെ നിറം നോക്കി അവർ നിങ്ങളെ വിധിക്കും. Let me tell you, who cares? ആരാ ഇതിനൊക്കെ ഗണ്യമാക്കുന്നത്? But be concerned about the one ഹല്ലേലൂയ. who's waiting to give you a testimony from your heart. എന്നാൽ തന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സാക്ഷ്യം തരാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെയാണ് നമ്മൾ പ്രസാദിക്കുന്നത്. In the past, I have told some of the people from the brothers in the church like this. കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. If you hear somebody speaking bad about Pastor so and so, Pastor Shiju, I said, don't support me, don't stand for me, quietly walk away from there. God knows how to take care of me. ആമേൻ, ആമേൻ. എന്നെ പറ്റിയോ പാസ്റ്ററെ പറ്റി ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ദയവായിട്ട് എന്നെ കൈത്താങ്ങൽ നൽകുക, പിന്താങ്ങുക ചെയ്യണ്ട. ദൈവത്തിന് നമ്മളെ കൈകാര്യം ചെയ്യാൻ അറിയാം. Don't support the pastor in any way. ഒരു വിധത്തിലും പാസ്റ്റർ എങ്ങനെ Are കൈത്താങ്ങൽ you following this? നിങ്ങൾക്ക് Oh, മനസ്സിലാവുന്നുണ്ടോ? you know, pastor's like good, he's like that. Don't do that. Leave the man of God to God himself. ഹല്ലേലൂയ. പാസ്റ്ററെ പറ്റി നമ്മൾ നല്ലതും പറയണ്ട, അല്ലാതെയും പറയണ്ട, ദൈവത്തിന് വിട്ടുകൊടുക്കുക. Somebody shout an amen. ഹല്ലേലൂയ. You know why? Let me tell you why. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. There are times when men of God should be alone. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ ദൈവം തന്നെ ദേവദാസന്മാരുടെ The Lord ജീവിതത്തിൽ shall not അനുവദിക്കും. give his glory to anyone. കാരണം ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും ദൈവം Because a വിട്ടുകൊടുക്കും. greater glory is coming. കാരണം അധിക തേജസ് But വരിക. as for each one of us, I tell you, അതേപോലെ എന്നാൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി in the negative, silent times of our life, learn to be faithful to God. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലവും നിശബ്ദവുമായ സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ശ്രമിക്കണം. When nobody is watching, we may be tempted to do something which God told us not to do. ഹല്ലേലൂയ. മറ്റുള്ള ആരും നമ്മളെ കാണാത്തപ്പോൾ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ തെറ്റ് ചെയ്യാം. Pastor's not watching. മാസ്റ്റർ കാണുന്നില്ല, Elders are not watching. മൂപ്പന്മാര് കാണുന്നില്ല, Nobody is watching. ആരും കാണുന്നില്ല. Why can't I take that extra piece of cake from the fridge? ഫ്രിഡ്ജിൽ നിന്ന് എക്സ്ട്രാ കേക്ക് എന്തുണ്ടെങ്കിൽ എടുത്തുകൂടാ. It's touching somebody. Why can't I eat a little more? എന്തുകൊണ്ട് കഴിക്കത്തില്ല? Just decided to be on a fast. അല്ലല്ലേ ഉപവസിക്കാൻ ഇരുന്നതാ. But when I see that fish curry, oh Lord, let me from tomorrow I'll start fasting. എന്നാൽ ഇപ്പൊ മീൻ കറി കാണുമ്പോൾ നാളെ തൊട്ട് ഉപവസിച്ചോളാം. Hallelujah. That's a very simple thing. അതൊരു ലഘുവായ കാര്യമാണ്. Think of big things വലിയ കാര്യങ്ങൾ ചിന്തിക്കുക. like cheating in our company, അല്ലല്ലേ കമ്പനിയിൽ അവരെ ചീറ്റ് ചെയ്തു, cheating in our workplace. ജോലി സ്ഥലത്ത് ചീറ്റ് ചെയ്തു. No, God is hurt. ദൈവത്തിന് മുറിവുണ്ടാക്കുന്നു. If you sign a small voucher in some way or the other, you may get an extra leave, you may get some extra money, but you may be losing something upstairs. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊരു വൗച്ചർ ഇടുകയോ എന്തെങ്കിലും കൃത്രിമം ഇവിടെ ലോകത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു നന്മ കിട്ടും, പക്ഷേ ഉയരത്തിൽ നമ്മുടെ പ്രതിഫലം കുറയുകയാണ്. God is looking. ദൈവം അത് നോക്കുക. Satan is standing there. പിശാച് അവിടെ നിൽക്കുക. Look at your child. You died on the cross for that fellow. നമ്മളെ അപവാദപ്പെടുത്തി നിന്റെ മകനെ നോക്കുക. He's more concerned about the world than you. നിന്നെക്കാൾ അധികം അവൻ ലോകത്തിനാണ് പ്രധാനം കൊടുക്കുന്നത്. Testimony. അല്ലെങ്കിൽ സാക്ഷ്യം. Outwardly, here comes that wonderful brother in the church. Holy, holy, holy. Here comes that brother. പുറത്തുനിന്ന് നോക്കിയാൽ ആ മനോഹരനായ ഹല്ലേലൂയ സഹോദരൻ വരുന്നു, എത്ര മനോഹരനാണ്. God sees from the up. എന്നാൽ ദൈവം ഉയരത്തിൽ നോക്കുക. My child. എൻ്റെ കുഞ്ഞെ, എൻ്റെ കുഞ്ഞെ, എൻ്റെ കുഞ്ഞെ. Testimony in the dark places. ഹല്ലേലൂയ. ഇരുട്ടിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാക്ഷ്യം. Testimony in the secret places. രഹസ്യ സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാക്ഷ്യം. Somebody shout an amen. ഹല്ലേലൂയ. That is the testimony which God wants from us. ആ സാക്ഷ്യമാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. The Lord is, just pray now. പ്രാർത്ഥിക്കാം. The Lord is going to strengthen you today. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ If ശക്തീകരിക്കും. any of you have not been faithful in the negative, in the dark places of our life, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ
ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് in our വിശ്വസരാൻ thought life. നമ്മുടെ ചിന്തകളിൽ This is a good time to start again. ഇപ്പോൾ വീണ്ടും തുടങ്ങാനുള്ള അവസരം ദൈവം Say, തരിക. Lord, I want to be honest to you. പറയുക, കർത്താവേ, നിന്റെ സന്നിധിയിൽ എനിക്ക് I want to സത്യസന്ധനാകണം, be sincere to you. എനിക്ക് ആത്മാർത്ഥതയുള്ളവനാകണം. I want to hold a testimony for you where it matters. ഞാൻ എവിടെ ആയിരുന്നാലും നിന്റെ സാക്ഷ്യം എനിക്ക് സൂക്ഷിക്കണം. Yes, I want to keep my coat clean. എന്റെ വസ്ത്രം എനിക്ക് വെണ്മയായി സൂക്ഷിക്കണം. Church, can we stand up? സഭയെ നമുക്ക് ദൈവത്തിന്റെ I want to tell you a couple of things that matters to us these days. നമുക്ക് പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയാം. Please avoid getting into any kind of a politics. ഒരു പൊളിറ്റിക്സിലും നിങ്ങൾ ഉൾപ്പെടാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. Keep yourself away from things that are likely to entangle you. നിങ്ങളെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. Anything regarding the church, just say, leave it to God. If you have a question, speak to the pastor of the church. സഭയെ പറ്റി എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പറയുക, അത് ദൈവത്തിന് വിടുക. We are coming here to worship God. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ മാത്രം വരുന്നു. We are interested in God. ദൈവത്തിൽ മാത്രമാണ് ഞങ്ങളുടെ താല്പര്യം. We are here because He is here. ദൈവം ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ആയിരിക്കുന്നു. The rest of the things, kindly hand it over to whoever is concerned about it. ഹല്ലേലൂയ, സ്തോത്രം. ബാക്കിയുള്ള വിഷയങ്ങൾ ആരാണ് അതുമായിട്ട് ബന്ധപ്പെടുന്നത് അവർക്ക് കൈമാറുക. Never get into politics. പൊളിറ്റിക്സിൽ ഇടപെടരുത്. Never do that. ഒരിക്കലും ചെയ്യരുത്. So thus far the Lord has been careful about the church. ഇത്രത്തോളം ദൈവസഭയെ സൂക്ഷിച്ചു. If you really value this church, സഭയെ നിങ്ങൾ വിലമതിക്കുന്നെങ്കിൽ keep it in all its holiness. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ സഭയെ അതിന്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. How many of you want to do this? എത്ര പേര് ചെയ്യാൻ ആഗ്രഹമുണ്ട്? Can I see your hand of commitment? നിങ്ങളുടെ സമർപ്പണത്തിന്റെ കരം എനിക്ക് കാണാൻ പറ്റുമോ? Quietly lift it up ദയവായി നിങ്ങളുടെ കരം ഉയർത്തുക. and say, Lord, I don't want to get involved in politics. പറയുക, കർത്താവേ, എനിക്ക് രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടത്തില്ല. Please keep me from darkness. എന്നെ ഇരുട്ടിൽ നിന്ന് സൂക്ഷിക്കണമേ. I don't want to get involved in controversies. എനിക്ക് ഹല്ലേലൂയ, സ്തോത്രം, അഭിപ്രായ ഭിന്നതകളിൽ എനിക്ക് ഇടപെടണ്ട. Let those hands really go up. ആ കരം നേരെ ദൈവത്തിലേക്ക് ഉയരട്ടെ. Let God see it. God sees your heart. ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കരം കാണട്ടെ. കർത്താവിന്റെ Yes, ഹൃദയം let കാണട്ടെ. those hands really go up. ആ കരം നേരെ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. And let the power of God come and touch you now. ദൈവശക്തി നിങ്ങളെ ഇപ്പോൾ സ്പർശിക്കട്ടെ. Yes, yes, yes. Let God do it. Let God do it. ദൈവം അത് ചെയ്യട്ടെ. Say, Lord, keep me away. ഹല്ലേലൂയ, പറയ, കർത്താവേ, എന്നിൽ നിന്ന് അകറ്റണമേ. Let me become more spiritual these days. ഈ ദിവസങ്ങളിൽ എനിക്ക് അധികം ആത്മീയനാകണം. I want to lose the love for the world. ലോകത്തോടുള്ള സ്നേഹം എനിക്ക് നഷ്ടമാകണം. I want to lose the love for anything else. മറ്റെന്തിനോടുമുള്ള സ്നേഹം എനിക്ക് And I want നഷ്ടമാകണം. to draw closer to you. എനിക്ക് അങ്ങോട്ട് അധികം എടുക്കണം. Holy, Thank you, Jesus. ഹല്ലേലൂയ. Holy God. Yes, I hear the word separate, separate, separate. ആമേൻ. വേർപെടുക, വേർപെടുക എന്നുള്ള വാക്ക് ഞാൻ കേൾക്കുന്നു. Separate from the world. ലോകത്തിൽ നിന്ന് വേർപെടുക. Walk with യേശുവിനോട് കൂടെ Jesus. നടക്കുക. Walk with Jesus. യേശുവിനോട് കൂടെ നടക്കുക. Walk with Jesus. യേശുവിനോട് ചേർന്ന് നടക്കുക. How many people want to do that? എത്ര പേർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്? Let me see all the hands, people. അങ്ങനെയുള്ള കരം കാണട്ടെ. Even if you lifted up your hands once, let me see your hands again. ഒരിക്കൽ കരം ഉയർത്തുകയാണെങ്കിൽ വീണ്ടും ഉയർത്തുക. Quietly say to the Lord, സാവധാനം കർത്താവിനോട് പറയുക. Lord, want me to pray for her? Lord, help. കർത്താവേ, സഹായിക്കണമേ. Yes. Just go to pray. ഹരാമശ. Heavenly Father, this morning, help us to keep our garments neat and clean. Thank you for showing us Antipas. Lord, there is only one word about Antipas in the whole Bible. But those 3 words are very important. And they are profound. My faithful martyr. Lord, we want to stand for you no matter what. Stand for you. More than the church, more than people. We want to stand for you. We want to be a community of people who will stand for Jesus no matter what happens. Give us a clear vision. Lord, anoint the servants of God tonight. Anoint, Lord, we commit our 21-day fasting prayer in your hands. Whatever you desire, let it happen. We love you, we praise you. Take the glory, take the credit. In Jesus' name we pray. And the people of God said, Amen. And the people of God said, Amen. And the people of God said, Amen. God bless you. Have a great victorious week.